ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നത്തിങ് ഫോൺ 3A കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈപ്പോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. കഴിഞ്ഞ എല്ലാ മോഡലും വരും. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഹൈപ്പാണ്. ഫോൺ എങ്ങനെയുണ്ട്? ബേസിക്കലി ഈ ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസാണ് 24,999 വരുന്നത്. ഹയർ മോഡലായിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 26,999 വരുന്നത്. വേറെയും ഒരുപാട് ബാങ്ക് ഓഫറും ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. 25K ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പോയിൻ്റ് വരുന്നത്. ആ ഒരു പ്രൈസ് പോയിൻ്റ് വെച്ച് ഇതിൻ്റെ ഡിസൈൻ ഒരു യുണീക്കായിട്ട് ഡിസൈനാണ് നത്തിങ് എപ്പോഴും അവരുടെ ഫോണിൽ വരാറുള്ള. നത്തിങ്ങിനായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ പാറ്റേണിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നത്തിങ് ഫോൺ 2A ഉള്ള ആ ഒരു ആക്ച്വൽ സെയിം സെറ്റപ്പാണ്. 2Aയിലാണെങ്കിൽ ഡുവൽ ക്യാമറ ആയിരുന്നുണ്ടായത്. ഇതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ബാക്കി ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. 2 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു വൈറ്റ് വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ കൂടെ വരുന്നുണ്ട്. 3 കളേഴ്സും അത്യാവശ്യം നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇതിൻ്റെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 201 ഗ്രാം വെയിറ്റും 8.3 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് വെയിറ്റും തിക്നെസ്സും ഇല്ല. ഒരു നോർമൽ ആവറേജ് സൈസാണ്. എന്നാലും അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട്. പിന്നീട് ഇതിൽ വരുന്ന IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 69 ഒന്നും വരുന്നില്ല, ഡീസൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് ബാക്കിൽ എപ്പോഴത്തും പോലെ ലൈറ്റ് കത്തുന്ന ഫോണാണ്. 3 LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നോർമൽ ഇല്ല സംഭവം തന്നെയാണ്. അതുകൊണ്ട് പുതുതായിട്ടൊന്നും അതിനെ പറ്റി പറയാനില്ല. പിന്നീട് പുതുതായിട്ടുള്ളൊരു കീ വന്നിട്ടുണ്ട്. എസെൻഷ്യൽ കീ എന്ന് പറയുന്ന കീ വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യും. ഒരു വോയിസ് മോഡ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവും. അതിൽ പോയിട്ട് അത് സേവ് ആവുകയും ചെയ്യും. നോർമലി നമ്മൾ ഈ നോട്ടൊക്കെ കീപ്പ് ചെയ്യുന്നില്ല. ആ ഒരു ടിപ്പിക്കൽ ടൈപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു വോയിസ് ടൈപ്പായിട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെക്കണം. നിങ്ങൾ പെട്ടെന്ന് കീ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇതെന്തിനാണെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ ആർക്ക് യൂസ്ഫുൾ ആവാനാണ്? ഒട്ടുമിക്ക ഈ സംഭവം ആ ബട്ടൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പവർ ബട്ടൺ ആണെന്ന് വെച്ച് എപ്പോഴും പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഈ കീതൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ ആപ്പിൾ മറ്റേ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ വെച്ചിട്ട് ഒരാളത് യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത മോഡലിൽ അത് ഉണ്ടാവാനുള്ള ചാൻസസേ ഇല്ല. അപ്പോൾ അതുപോലെയാണ്, ഒരു ഗിമ്മിക്ക് പോലെയാണ് ഇവർ വെറുതെ ഒരു ബട്ടൺ ഒരു എക്സ്ട്രാ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേന്ന് വെച്ചിട്ട് കൊടുത്ത സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഒന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് അമോൾഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. സോ ഡിസ്പ്ലേ വൈസ് നല്ല ഡിസ്പ്ലേ ആണ്. വലിയ ഒന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഈ പ്രൈസ് പോയിന്റിൽ എല്ലാ ഫോണിലും വരുന്ന രീതിയിലുള്ള നല്ല ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ഈ റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നില്ല. സോ അല്ലാത്ത രീതിയിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിലൊന്നും വലിയ കുറവൊന്നും പറയാനില്ല. ക്യാമറ എങ്ങനെയുണ്ട്? 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. ഒരു 15 MBയുടെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 2x ടെലിഫോട്ടോ ആണ്. ക്യാമറ റിവ്യൂസൊക്കെ നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് മാത്രം വിലയിരുത്തിയാൽ മാത്രം മതി. സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K തന്നെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഞാൻ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് ഇതൊരു ഡീസൻ്റ് അല്ലെങ്കിൽ വലിയ സംഭവമായിട്ടൊന്നും ക്യാമറയൊന്നും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറ റിവ്യൂസ് പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയുണ്ട് ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ക്യാമറ നോക്കിയാൽ മതി. അല്ലാതെ ഞാനിവിടെ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര മോശമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ രീതിയിൽ പോയിട്ട് മാത്രം നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്, ചിപ്സെറ്റാണ്. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 8 lakh മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ഡീസൻറ്റ് എന്നല്ലാതെ ബെസ്റ്റ് പവർഫുള്ളായ ചിപ്സെറ്റ് ഒന്നുമല്ല കേട്ടോ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിനെയും കാട്ടി നല്ല ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് ഫോൺസ് വേറെ ഉണ്ട്. ഇതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് ഫോണല്ല. എന്നാൽ പോലും ഒരു ഡീസൻറ്റ് ചിപ്സെറ്റ് മാത്രമേ വരുന്നുള്ളൂ. LPDDR4X RAM 2.2 സ്റ്റോറേജ് മാത്രമേ വരുന്നുള്ളൂ. 3.1 ഒന്നും വരുന്നില്ല. അത്രയേ ഉള്ളൂ. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 വരുന്നുണ്ട്. നത്തിങ് OS 3.1 ആയിട്ടാണ് വരുന്നത്. ബ്ലോട്ട് വയേഴ്സോ ആഡ്സോ ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള നല്ല UI എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 3+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്.
സോ അതും നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഗെയിമിംഗ് നിങ്ങളങ്ങനെ കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. എന്നല്ലാതെ ഗെയിമിംഗ് കളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ലൈറ്റ് കത്തുന്നുണ്ട് എന്നുള്ളതൊരു ഗെയിമിംഗ് ഫോണല്ല, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിനകത്ത് വരത്തില്ല, സെപ്പറേറ്റ് വാങ്ങേണ്ട ഒരു 3000 രൂപയ്ക്കാണ് CMFൻ്റെ ചാർജറിനൊക്കെ വരുന്നത്. സോ ആ ഒരു പ്രൈസും കാണേണ്ടി വരും. ഓവറോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ഹൈപ്പിനൊന്നും ഈ ഒരു ഫോണില്ല. അതെപ്പോഴും അങ്ങനെ ഞാൻ നെത്തിങ് ഭയങ്കര ഹൈപ്പിൽ ഓരോ ഫോൺസ് ഇറക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആകെ CMF ഫോൺ മാത്രമാണ് വേർത്തായിട്ട് തോന്നിയത്, നല്ല വാല്യൂ ഫോൺ മണിയായിട്ട് തോന്നിയത് CMF ഫോൺ മാത്രമാണ്. ബാക്കി നത്തിങ്ങിന് എല്ലാ ഫോണും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഹൈപ്പും ഇതൊക്കെയാണ് തോന്നിയത്. ഒരു ഡീസൻറ്റ് ഫോൺ എന്നല്ലാതെ വലിയ സംഭവമായിട്ട് ഒന്നും ഇതിൽ പറയാനില്ല. എല്ലാം ഒരു ഡീസൻ്റാണ്. ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം ഡീസൻ്റാണ്. ഈ റേഞ്ചിൽ വേറെ ഒരുപാട് ഫോൺസ് ഇതിങ്ങായിട്ട് ബെറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീസൻറ്റ് ഫോൺ മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണെന്നുള്ളത് കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.